ഈ പറക്കാട്ട് റിസോർട്ടിനെ പറ്റി ഭയങ്കര ഹൈപ്പാണല്ലോ. ഇന്നെനിക്ക് കുറച്ച് സത്യങ്ങൾ തുറന്നു പറയാനുണ്ട് കേട്ടോ. ഫിദ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വെൽക്കം മാല ചന്ദനമൊന്നും കിട്ടാത്ത പോലത്തെ ചീള് കേസൊന്നല്ല. എന്താന്ന് ഞാൻ വഴിയെ പറയാം. ഒരു 35 മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഒരു ഫാമിലി സ്റ്റേക്കേഷൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു നോർമൽ ഹോട്ടലിലൊക്കെ പോലത്തെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. ആൻഡ് വ്യൂ നല്ല അടിപൊളി ആസ്പെറ്റോസ് ഷീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. നമ്മുടെ എല്ലാവർക്കും കിട്ടിയ റൂം ഇങ്ങനെ തന്നെയായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയിരുന്നു. ആൻഡ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂംസ് അല്ല എടുത്തന്നെ. എന്നാലും നമ്മൾ മുന്നേ നിന്നിട്ടുള്ള റിസോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുറച്ച് കുറവാണ്. പിന്നെ എക്സ്പെക്ടേഷൻ ആണല്ലോ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. അപ്പം നമുക്കിനി ഒരു ട്രെക്കിങ്ങിന് പോയാലോ? ഇവിടെ തന്നെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ട്രെക്കിംഗ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള റോഡ്സ് ആയിരുന്നു. ഇനി ഇവിടുത്തെ കേവ് റൂം കണ്ടാലോ? ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂംസ് ഒക്കെ എടുക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഈ റിസോർട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജീപ്പ് റൈഡ്? പറ, ജീപ്പ് റൈഡ് എക്സൈറ്റിംഗ്. പിന്നെ നിങ്ങൾ എന്റെ അരപ്പട്ട ശ്രദ്ധിച്ചായിരുന്നോ? എന്റെ അമ്മേ, എന്തൊരു യൂസ്ഫുൾ തിങ് ആണെന്നറിയോ? അവൾ എത്ര എടുത്തിട്ടായിരുന്നാലും നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഈ റോപ്പ് വേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ ഒരു നടുക്കൊക്കെ എത്തുമ്പോ താഴേക്ക് നോക്കുമ്പോ ആ പാറകളൊക്കെ കാണുമ്പോ ഒരു പേടി വരും. ഈ പൂള് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. ആക്ച്വലി ഇത് ഇവരുടെ പൂളല്ല, അടുത്തുള്ള വേറെ ഏതൊരു ഹോട്ടലിലാ. നമ്മുടെ പൂൾ എന്തോ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ തന്നതാണ്. അത് ഇവർക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ തന്നെ പറയായിരുന്നു. ഞങ്ങൾ 35 പേര് പുറമെ ഈ റിസോർട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ആ പൂളിലുണ്ടായിരുന്നു. സായിക്കും ജനക്കും ഞാൻ വെറുതെ കുറച്ച് പൂൾ ആക്സസറീസ് വാങ്ങിച്ചായിരുന്നു. എനിക്കൊന്ന് ഡ്രസ്സ് മാറാനുണ്ട്. ഡ്രസ് ഒന്ന് മാറണം. അപ്പൊ അവിടുന്ന് എന്തിട്ടിട്ട് വരും? ഞങ്ങള് പിന്നെ അവിടെ കുറച്ച് ആളുകൾ കൂടിയപ്പോഴേക്കും തിരിച്ച് റൂമിലേക്ക് വന്നിട്ടോ. ഉമ്മയും ഞാനും എവിടെ ചെന്നാലും വഴക്കാം. നേരത്തെ പറഞ്ഞ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ ഒരു റെയിൻ ഡാൻസ് കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അതിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കാര്യവും ഈ പൂളും എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു ശോകമുഖമായിരുന്നു. ഇങ്ങനെ സ്റ്റേക്കേഷനൊക്കെ പോകാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കാന്നുള്ളതാട്ടോ. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, എത്ര ചൂട് വെള്ളം പോലും മേത്തേക്ക് വീണാലും എനിക്ക് ഭയങ്കര സുഖമാണ് തോന്നാറ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കുളിച്ച് റെഡിയായി ജെന്നയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കട്ടോ. ജെന്നയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ കുറച്ച് സെർലാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇവൾക്ക് സെർലാക്ക് കൊടുക്കുന്നേ. അത് അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു. നീ എന്താ കഴിക്കണേ? എന്താ കഴിക്കണേ? സെർലാക്ക് അല്ലേടാ കള്ള. പിന്നെ ഒരു 6:45 7 മണിക്ക് ആയപ്പോഴേക്കും ഞങ്ങൾ ഇതാ ക്യാമ്പ് ഫയറിന് പോവാണ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫണ്ണായിരുന്നു. എല്ലാവരും ഡാൻസ് കളിച്ചു. കൊച്ചാപ്പന്മാരും മിന്നമ്മമാരും പിള്ളേരും എല്ലാവരും. ആദ്യമൊക്കെ കുറെ പേര് നാണിച്ച് മാറിയിരുന്നെങ്കിലും ആ വൈബ് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കളത്തിലിറങ്ങി എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതൊക്കെ കഴിയാറായപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണായിട്ടോ. നന്നായിട്ട് വിശക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പൂളിലിറങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വിശപ്പ് കൂടുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് ഇവിടുത്തെ പെർ ഹെഡ് 800 റുപ്പീസിന്റെ ഡിന്നർ ഞങ്ങൾക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുറത്തുനിന്നാണ് ഡിന്നർ കഴിച്ചത്. പിന്നെ ഞങ്ങൾ രാത്രി ഒരുപാട് നേരം ഡംഷറാഡ്സ് കളിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല, കാരണം വീഡിയോ എടുത്താൽ പിന്നെ എനിക്ക് ആ വൈബ് നഷ്ടപ്പെടും. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എടാ നീ എന്താടാ കഴിക്കണേ? ബ്രേക്ക്ഫാസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് ജെന്നെ കുറച്ച് മൂശാട്ട അങ്ങോട്ട് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പേടിക്കണ്ട, വേറൊന്നുമല്ല, എന്റെ മേക്കപ്പ് ആണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത്. എന്റെ മേക്കപ്പിന് സൺ കിസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ട്രിപ്പിന് ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ ഫുൾ ഫാമിലി അല്ല കേട്ടോ. ഞങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും 10 കുട്ടികളും അതിലൊരു 10-30 പേരക്കുട്ടികളും ഉണ്ട്. അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ വാൽപ്പാറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഏടാകൂടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഞങ്ങളുടെ ക്യാപ്റ്റൻ മാമയൊക്കെ അതേ ഗുഹയുടെ ഉള്ളിൽ കൂടെ എഴഞ്ഞെഴിഞ്ഞ് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സായി പിന്നെ പണ്ടേ ബ്രേവ് ആണല്ലോ. അവൻ ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. ഇവൻ വലുതായിട്ട് വേണം നമ്മളുടെ അപ്പൂലേ, പ്രണവ് മോഹൻലാല്, പുള്ളി പഠിച്ചോളത്തെ പാർക്കിൻസൺ, പാർക്കർ, അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്.
ഇപ്പൊ വരിക, ഒരു മിനിറ്റ് ഇട്ടോടാ. അതാ കണ്ണീരങ്ങ് തുടച്ചിട്ട് വരാം. പിന്നെ ഞങ്ങൾ കുറെ വ്യൂ പോയിന്റ്സിലൊക്കെ പോയി. ആക്ച്വലി ഇതൊരു 3 സ്പോട്ടാണ്. ഈ 3 സ്പോട്ടിലേക്ക് നമ്മൾ ജീപ്പിലാണ് പോവാ. ആ വഴി ഭയങ്കര ദുർഘടം പിടിച്ചതാണ്. നമ്മൾ കുലുങ്ങി 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 കുലുക്കി സർബത്താവും. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റീൽസ് ഓർമ്മയുണ്ടാവും. പിന്നെ ഈ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഡാൻസ് പഠിപ്പിക്കുക കേട്ടോ. വയസ്സായവരെയും ആന്റിമാരെയും അങ്കിൾമാരെയും എല്ലാവരെയും. സോ ഇതായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ്. എല്ലാ വർഷവും വെക്കേഷൻ ടൈമിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട് കേട്ടോ. പഠിക്കാൻ ദൂരേക്ക് പോയവരും ജോലിക്കായിട്ട് വേറെ വേറെ നാട്ടിൽ പോയവരും എല്ലാവരും മീറ്റ് ചെയ്യുന്നത് ഈ സമയത്ത്.